ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ. മഞ്ചേരി എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ കോട്ടക്കുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും മഞ്ചേരി സ്റ്റാൻഡിലെത്തി. വണ്ടൂർ ഭാഗത്തേക്കുള്ള ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സിൽ കയറി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം ഇപ്പോൾ വണ്ടൂർ എത്താനായിട്ടുണ്ട് കേട്ടോ. ഞാനതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. യാത്രയല്ലേ, വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ വണ്ടൂർ ടൗൺ എത്താനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടൂർ ഗേൾസ് സ്കൂളൊക്കെ കണ്ടു. അപ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഇതാ വണ്ടൂർ ഗേൾസ്. ഇവിടെ ഞാൻ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ മാത്രമേ കേട്ടോ വണ്ടൂർ ഗേൾസിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ അവിടുന്ന് വേറെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും വണ്ടൂർ ജംഗ്ഷൻ എത്തിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. ഒരു 10-15 മിനിറ്റോളം ആ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടൂർക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആയി ഞാൻ വണ്ടൂർക്ക് വന്നിട്ട്. അപ്പോൾ 1 മാസത്തോളം ആയിട്ടോ. അപ്പോൾ അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാനൊക്കെ ഒരു ആഗ്രഹം. പിന്നെ എനിക്ക് ചെറിയൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. ബാങ്കിൽ പോകാണ്ടായിരുന്നു കേട്ടോ. ഫെഡറൽ ബാങ്കിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഫെഡറൽ ബാങ്കിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാൻസലായി. അപ്പോൾ അതൊന്ന് തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 1 മാസത്തിനുള്ളിൽ വാങ്ങിക്കണം എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് പോയി. അതൊക്കെ പിന്നെ പെട്ടെന്ന് തന്നെ ശരിയായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ ചെയ്യാൻ. അവിടെ പോയി നമ്മൾ സൈൻ ചെയ്ത് കൊടുത്താൽ അവർ ആ ചെക്ക് തിരിച്ചു തരും. അതിനുശേഷം ഞാൻ വീണ്ടും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ തന്നെ നടുവത്ത് വണ്ടൂർ നിലമ്പൂർ റോഡില്ലേ, വണ്ടൂരിൽ നിന്ന് നിലമ്പൂർ റോഡിന് നടുവത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നടുവത്ത് തങ്ങൾപ്പടിയാണ് എൻ്റെ പ്രോപ്പർ വീടുണ്ടായിരുന്നത്. പക്ഷേ ചെമ്മരത്താണ് ഇപ്പോൾ അനിയത്തി താമസിക്കുന്നത് കേട്ടോ. നിലമ്പൂർ റോഡ് തന്നെയാണ്. അതിനുശേഷം ഞാൻ നടുവത്ത് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് അവളെ വീട്ടിലേക്ക് പോയത് കേട്ടോ. ഒറ്റക്കല്ലേ, അപ്പോൾ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ബസ് ഇറങ്ങിയാലേ. അപ്പോൾ ഒറ്റക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് പിന്നെ അവിടുന്ന് നടുവത്ത് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ വീടെത്തി. ഞാൻ കോളിംഗ് ബെല്ലൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി ഡോർ ഓപ്പൺ ആണോ എന്നുള്ളത്. അപ്പോൾ ഓപ്പൺ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓപ്പൺ ആക്കി വെക്കലൊന്നുമില്ല. എപ്പോഴും ഒരു ഒറ്റക്കല്ലേ, അപ്പം ലോക്ക് ചെയ്തിടൽ തന്നെയാണ് പതിവ്. അപ്പോൾ ഇന്നെ കണ്ടപ്പോൾ ആൾക്ക് നമ്മുടെ ഫാത്തിമക്കുട്ടിയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അനിയത്തിക്ക് ഒരു 1.5 വയസ്സായ മോളുണ്ട് എന്നുള്ളത്. അപ്പോൾ അവളാട്ടോ വലിയ മോള് സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഒരു ചിണുങ്ങൽ. പിന്നെ ആൾ റെഡി ആയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇന്നത്തെ ഫുഡ് എന്നൊക്കെ നോക്കുകയാണ്. ഏതായാലും ഒക്കെ എനിക്കിഷ്ടപ്പെട്ട ഫുഡാണ്. തക്കാളി താളിച്ചതും പിന്നെ മീൻ പൊരിച്ചത്, അതേപോലെ മമ്പയർ ഉപ്പേരി. എനിക്ക് മമ്പയർ ചെറുപയർ അങ്ങനത്തെ അത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടമുള്ളതാട്ടോ. അപ്പോൾ മമ്പയർ ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ തേങ്ങാ ചമ്മന്തി, തക്കാളി താളിച്ചത്. ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഫുഡ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വരും എന്നുള്ളതൊന്നും. ഞാൻ ഏകദേശം പോന്ന് പകുതി ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് നിൽക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവർക്ക് വലിയ മോക്ക് തീരെ അറിയില്ല, അവള് സ്കൂളിൽ പോയതല്ലേ. അതിനുശേഷമാണ് ഞാൻ വരുന്നതും തീരുമാനങ്ങളൊക്കെ ആയതൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊക്കെ എപ്പോഴും ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ നാടൻ ഫുഡ് തന്നെയാണ് കേട്ടോ. സാധാ ചോറും അതേപോലെ അയക്കുള്ള കൂട്ടാനും. അങ്ങനെ ഒരുപാട് കൂട്ടാനൊന്നും വേണമെന്നൊന്നുമില്ല. ഇതേപോലെ സിമ്പിളായിട്ടുള്ള കൂട്ടാനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇപ്പോൾ മുരിങ്ങ താളിച്ചത്, അതേപോലെ മത്തൻ്റെ ഇല താളിച്ചത്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം എൻ്റെ ഒരു മാക്സി അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ എളാപ്പാൻ്റെ മോള്, അവൾക്ക് ചെറിയൊരു ബിസിനസ്. അവളിങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് അവൾ തന്നെ തയ്ക്കും കേട്ടോ. എല്ലാം തയ്ക്കും. അടിപൊളിയാണ്. നല്ല തുണിയും അതേപോലെ നല്ല വൃത്തിയുണ്ട് കേട്ടോ അടിച്ചിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. എല്ലാ മെറ്റീരിയലും അവൾ നന്നായിട്ട് അടിക്കും കേട്ടോ. പിന്നെ മാക്സിൻ്റെ ട്രയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ മടക്കി എടുത്ത് വെച്ചിട്ട് ഞാൻ മോളെയും കൊണ്ട് ഫാത്തിമാനെയും കൊണ്ട് എളാപ്പാൻ്റെ വീടാണ്, എളാപ്പാൻ്റെ വീട്ടിലേക്കൊന്ന് പോയി വരിക കേട്ടോ. കാരണം ഞാൻ പിറ്റേ ദിവസം തന്നെ പോവും. അതായത് ഒരു ദിവസത്തിന് വേണ്ടി വന്നതാണ്.
അപ്പോൾ ഇനി സമയം ഉണ്ടാവില്ല അങ്ങോട്ട് കയറാൻ. അപ്പോൾ വന്ന പാടെ ഫുഡും കഴിച്ച് അവിടെ നിന്ന് പോയി എല്ലാവരും കണ്ട് വന്നു. അതിന് ശേഷം ഇതാ അപ്പോൾ ആൾ നമ്മളായിട്ടൊന്ന് സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവൾ കളിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും പിന്നെ സൊറ പറഞ്ഞിരിക്കുകയാണ്, അതായത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞു പോയ സങ്കടങ്ങളെക്കുറിച്ചും അതേപോലെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴത്തേന് സ്കൂൾ വിട്ട് വലിയ ആൾ വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷം ഞാൻ വന്നപ്പോഴേ, കാരണം അവൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. രാവിലെ പോകുമ്പോൾ ഒരു വിവരമില്ല. അപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അനിയത്തിക്കാണെങ്കിൽ അവൾ സ്കൂൾ വിട്ട് വന്ന സന്തോഷമാണ്, കാരണം അപ്പോഴല്ലേ അവൾക്ക് കളിക്കാൻ ആളുണ്ടാവുള്ളൂ. അങ്ങനെ ഓള് വന്ന കിറ്റൊക്കെ കൊണ്ട് ഫാത്തിമനെ ഒക്കെ അകത്ത് കൊണ്ടുപോയി വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അവൾ അവിടെ ഇരുന്നിട്ട് തന്നെ സ്കൂളത്തെ വിശേഷങ്ങൾ പറയുകയാണ്. സ്കൂളിലുണ്ടായിരുന്ന വിശേഷങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് ഇവൾ വൈകുന്നേരത്തിനുള്ള ചായക്കടി തയ്യാറാക്കുകയാണ്. അപ്പം എനിക്ക് പഴംപൊരിയാണ് ഗൈസ്. ഓരോ ആളുകളും ഒരേ സാധനം തന്നെ ഉണ്ടാക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് അല്ലേ. ഞാൻ മാവ് കൂട്ടുന്നത് പോലെയല്ല കേട്ടോ ഇവള് പഴംപൊരിക്ക് മാവ് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതേപോലെ നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇവർക്ക് രണ്ടാൾക്കും ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇടക്ക് പെയ്യുന്നുണ്ട്. പിന്നെ ഒരു മുറ്റം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണിക്കാരനും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയാളും അവിടെ സൈഡിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇവർ രണ്ടാളും കളി തുടരുകയാണ്, അതായത് അതൊക്കെ മറിച്ചിട്ടിട്ടാണ് അവരുടെ കളി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഞാൻ ശരിക്കും ഇപ്പോൾ 2 ദിവസം മുന്നേ ആണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അവിടുത്തെ തിരക്കും പിന്നെ നെറ്റ് വളരെ സ്ലോ ആണ്. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഒക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നെറ്റ് സ്ലോ ആയതുകൊണ്ട്. പിന്നെ ഈ മഴ പെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നു, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മഴ ഇങ്ങനെ എൻ്റെ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും പഴംപൊരിയൊക്കെ ചുട്ടെടുത്ത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ കളി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്, അകത്തേക്ക് കയറില്ല. അങ്ങനെയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവർക്ക് വീട് പണി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെ വീട് പണി നടക്കുന്ന സ്ഥലത്തോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയെന്ന് കേട്ടോ. വൈകുന്നേരം ഞങ്ങളൊക്കെ ചായ കുടിച്ചു. ഇനിതാ നമ്മളെ ഫാത്തിമ കുട്ടിക്ക് ഫുഡ് എടുക്കുകയാണ്, അവളുടെ വയറും കൂടെ ഒന്ന് നിറക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഓളെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ആൾക്ക്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഓരോ കഥകളും പാട്ടുകളൊക്കെ പാടി ഓളെ ഒന്നിങ്ങോട്ട് റെഡിയാക്കി എടുക്കുക. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആളുടെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ അത് ഞാനിനി അടുത്ത വീഡിയോയിൽ ഇടണ്ട കേട്ടോ, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുതലായി പോവും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടെന്ന് വിശ്വസിക്കുന്നു. വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.